മാനേജർ പറഞ്ഞത് ജനകീയമായി ഇത്തരത്തിലൊരു വലിയ വാർഷികം നടക്കുന്നത് ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. സാധാരണ സ്കൂളിന്റെ പ്രവർത്തനം നടക്കുന്നത് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും PTA മാത്രം ചേർന്നിട്ടാണെങ്കിൽ ജനകീയമായി ഇനി ചേരാത്ത ആളുകൾ അപൂർവമായി മാത്രമാണ് ഇപ്പോൾ മാറി നിൽക്കുന്നതെങ്കിൽ അവരുകൂടി ഉൾച്ചേർന്നിട്ടുള്ള വിപുലമായ മീറ്റിങ്ങുകൾ കൂടി തന്നെ നമ്മുടെ ഈ സ്കൂളിന്റെ പുരോഗതി ആരംഭിക്കുകയാണ്. നമുക്കത് ഏറ്റെടുക്കാൻ കഴിയും എന്ന പൂർണ്ണ വിശ്വാസത്തിലാണ്. അപ്പോൾ അതിന് പ്രിയപ്പെട്ട ജനപ്രതിനിധികളും ഈ നാട്ടുകാരും അഭ്യുദയകാംക്ഷികളും സ്കൂളിനെ സ്നേഹിക്കുന്നവരും ഒക്കെ നമുക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഏറ്റവും മികച്ച വിദ്യാലയമായി 2030 മാറുമ്പോൾ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗതത്തിലേക്ക് കടക്കുന്നു. പ്രിയപ്പെട്ട സോമൻ സാറാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ. സോമൻ സാറിനെ ഏറെ ആദരവോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ കുന്നത്നാടിൻ്റെ MLA അഡ്വക്കേറ്റ് PV ശ്രീനിധനാണ് ഈ വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വികസനത്തിൻ്റെ നായകൻ. ഏതൊരു പാലവും തോടും കണ്ടാൽ നമുക്കിപ്പോൾ അറിയാം. കാരണം അതിൻ്റെ വീതി കൂടി, പാലത്തിനെ സംബന്ധിച്ച് വീതി കൂടി, അത് ഏറ്റവും സഞ്ചാരയോഗ്യമായി മാറിയിരിക്കുന്നു. റോഡുകൾ, നെല്ലാട് കിഴക്കമ്പലം റോഡ് എന്ന് പറയുന്നത് സാധ്യമാവില്ല. അതിനെ ടാർ ചെയ്യാൻ, അതിനെ റോഡാക്കി മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞെടുത്ത് അതിനെ കഴിയിച്ച് അതിനെ റോഡാക്കി മാറ്റി ഏറ്റവും മനോഹരമാക്കി മാറ്റി BMC നിലവാരത്തിൽ അത് ടാർ ചെയ്ത് നമുക്കായി തുറന്നു തന്ന പ്രിയപ്പെട്ട MLA. ഈ റോഡ് നാടിൻ്റെ വികസനം 2000-ലധികം കോടി രൂപയുടെ വികസനം ഈ കുന്നത്നാട്ടിലാകെ വാരി വിതറിയാണ് അദ്ദേഹം ഇവിടെ നിൽക്കുന്നത്. ഏറെ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. നമുക്ക് വേണ്ടി ജീവിച്ച 5 വർഷക്കാലം പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് PV ശ്രീനിധനെ ഏറെ ബഹുമാനത്തോടെ സന്തോഷത്തോടെ ആദരപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ അല്പസമയത്തിന് എത്തിച്ചേരും. സുജിത് പോൾ, ബിൻസി ബൈജു, KC ജയേന്ദ്രൻ, നിജ ബൈജു, ശ്രീ ജോർജ് എടപ്പരത്തി എന്നിവർ എത്തിച്ചേരും എന്ന പ്രതീക്ഷയിൽ അവർക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. വരുമ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കാമെന്ന് കരുതുകയാണ്. പ്രിയപ്പെട്ട അജിത് കൂത്താട്ടുകുളം, സിനിമാ താരം, നിങ്ങൾക്കറിയാം ദൃശ്യം 2-ലെ സാക്ഷിയായി രംഗപ്രവേശം ചെയ്തത് നിങ്ങൾക്ക് മനസ്സിൽ നിന്ന് മായ്ക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയപ്പെട്ട കലാകാരൻ അജിത് കൂത്താട്ടുകുളം നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട അജിത് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറെ ബഹുമാനത്തോടെ സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സ്കൂളിന് ഏറ്റവും സന്തോഷകരമായ മറ്റൊരു കാര്യം, ഒരു ബാൻഡ് സെറ്റ് ആരംഭിക്കണം. കഴിഞ്ഞ സ്പോർട്സ് നടക്കുമ്പോഴാണ് അങ്ങനെ ഒരു ആശയം മനസ്സിൽ വരുന്നത്. അത് നമ്മുടെ കുട്ടികൾ കൂടി ബാൻഡിൻ്റെ ഭാഗമായാൽ, ബാൻഡ് സെറ്റ് കുട്ടികൾക്ക് കൂടി അതൊന്ന് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ എന്നുള്ള ചിന്തയിൽ വിവിധങ്ങളായ അന്വേഷണം നടത്തുമ്പോഴാണ് USA ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനി നമുക്കായി അത് സ്പോൺസർ ചെയ്യാമെന്ന് സമ്മതിച്ച് 1.5 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ നമുക്കായി സ്പോൺസർ ചെയ്ത് അവർ കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങി ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ആ ടീം നമ്മോടൊപ്പം ഇവിടെയുണ്ട്. അവരെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ബാക്കി വിവിധങ്ങളായ ആളുകൾ, ഹൈസ്കൂളിലെ അഞ്ജു ടീച്ചർ HM, അതോടൊപ്പം LPGSയിലെ ജോസാറ്, മഴുവന്നൂർ LPയിലെ പ്രിയപ്പെട്ട ബിന്ദു ടീച്ചർ, വെൽഫെയർ കമ്മിറ്റിയുടെയും SSGയുടെയും ചെയർമാൻ തമ്പി പാതിരക്കാട്ട്, പ്രദീപ് PC PTA പ്രസിഡന്റ്, നിത്യ സോമൻ MPTA ചെയർപേഴ്സൺ, പ്രസിഡന്റ് മഴുവന്നൂർ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ TO പീറ്റർ, വ്യാപാരി വ്യവസായിയുടെ EP സുനിൽകുമാർ, മഴുവന്നൂർ പബ്ലിക് ലൈബ്രറിക്ക് വേണ്ടിയുള്ള പ്രസിഡന്റ് ജിൻസ് P ജോർജും അതിൻ്റെ സെക്രട്ടറി അനിൽകുമാർ NKയും, നമ്മുടെ OSCയുടെ പ്രസിഡന്റ് ശ്രീ രഞ്ജു രാഘവൻ, OSCയുടെ സെക്രട്ടറി TP പത്രോസ്, വെൽഫെയർ കമ്മിറ്റി കൺവീനർ നാരായണൻ KN സാറ്, PTA വൈസ് പ്രസിഡന്റ് എൽദോസ് KY, PTA പ്രസിഡന്റ് LPGSയിലെ KA സുരേന്ദ്രൻ, GLPയിലെ ജിൻസി എൽദോസ്, ഐശ്വര്യ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി എൽദോസ് ജേക്കബ്, തണൽ റെസിഡൻസ് അസോസിയേഷൻ്റെ ജോയ് PK, നേതാജി റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രിയപ്പെട്ട ബോസ് പോൾ മാറാശ്ശേരി, കടക്കനാട് റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രിയപ്പെട്ട ബിജോയ് P ജേക്കബ്, ഇവരും എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. നന്ദി രേഖപ്പെടുന്ന പ്രിയപ്പെട്ട സാഗർ രാജേഷ്, നമ്മുടെ സ്കൂൾ ലീഡറാണ്. സാഗറിനെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ബിന്ദുലാലും നമ്മുടെ വിശിഷ്ടാതിഥികളായി മറ്റു കുറച്ചു പേർ അവാർഡുകൾ ഏറ്റുവാങ്ങാൻ വന്നിട്ടുള്ള ആളുകളുമുണ്ട്. അവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അതോടൊപ്പം രക്ഷകർത്താക്കൾ, ഏവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് വന്നിരിക്കുന്ന രക്ഷകർത്താക്കൾ ആരെങ്കിലും പിട്ടാപ്പള്ളിയിൽ ഏജൻസിയുടെ സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ നമുക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്കീമിൻ്റെ ഭാഗമായി അവർ വന്നിട്ടുള്ളത്. അതോടൊപ്പം പോളിഗാർഡിൻ്റെ ഉൽപ്പന്നങ്ങളുമുണ്ട്.
മറ്റ് രക്ഷകർത്താക്കളും കാര്യങ്ങളും ഒക്കെ നമ്മളെ സഹായിക്കാൻ അവരുടെ വിവിധങ്ങളായ കൗണ്ടറുകൾ, ഫുഡ് കൗണ്ടറുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വേണ്ടിയാണ് അവരെല്ലാം വന്നിട്ടുള്ളത്. അതോടൊപ്പം മുഴുവൻ ആളുകളെയും നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് അടക്കമുള്ള LED വാള്, അതുപോലെ സ്റ്റേജ്, അങ്ങനെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി അനീം സാർ. നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം നടന്ന ഈ വർഷത്തെ മികവുകളുടെ പ്രദർശനം കൂടിയായിട്ടുള്ള സ്കൂൾ റിപ്പോർട്ട് ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് എല്ലാവരും വേദിയിൽ നമ്മുടെ സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. SRV UP സ്കൂളിൻ്റെ 88ാമത് വാർഷിക ദിനാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2025-26 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെ സൗകര്യമില്ലാതിരുന്ന ഈ ഉൾനാടൻ ഗ്രാമത്തിൽ അതിനുള്ള സൗകര്യമൊരുക്കാൻ കാലം തിരഞ്ഞെടുത്തത് മണ്ണൂർ വാര്യത്തെ കരുത്തനായ MS രാഘവ വാര്യരെയാണ്. അദ്ദേഹം 1937-38 കാലഘട്ടത്തിൽ ആരംഭിച്ച വിദ്യാലയമാണ് ശ്രീ രാഘവവിലാസം അപ്പർ പ്രൈമറി സ്കൂൾ എന്ന SRV UP സ്കൂൾ. കാലയവനികയ്ക്കുള്ളിൽ മൺമറഞ്ഞ മുൻ മാനേജർമാരായ MR ശങ്കരവാര്യർ, TR ശങ്കരൻകുട്ടി വാര്യർ, ശ്രേഷ്ഠരായ മുൻ അധ്യാപകർ, ഇവരുടെ സ്മരണകൾക്ക് മുൻപിൽ ശിരസ്സു നമിച്ചുകൊണ്ട് 2025-26 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. 4 ഡിവിഷനുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപികയും PTA, MPTA, വെൽഫെയർ കമ്മിറ്റി എന്നിവയും ചേർന്നാണ് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. സ്കൂൾ പ്രവർത്തനങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ട്. വിപുലമായി ചേർന്ന PTA പൊതുയോഗത്തിൽ ക്ലാസ് PTA ചെയർമാൻമാരായി പ്രദീപ് PC, കറുപ്പുസ്വാമി, ദിബിൽ, സുഷമ എന്നിവരെയും, PTA പ്രസിഡന്റ് പ്രദീപ് PC, വൈസ് പ്രസിഡന്റ് എൽദോസ് KY, MPTA ചെയർപേഴ്സൺ നിത്യ സോമൻ, വൈസ് ചെയർപേഴ്സൺ സുഷമ മനോജ് എന്നിവരെയും തെരഞ്ഞെടുത്തു. ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി തമ്പി പാതിരക്കാട്ട് ചെയർമാനായും KN നാരായണൻ കൊച്ചുവീട്ടിൽ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ട വെൽഫെയർ കമ്മിറ്റി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റായി രഞ്ജു രാഘവനെയും സെക്രട്ടറിയായി റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ TP പത്തോസാറിനെയും തെരഞ്ഞെടുത്തു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് വൃക്ഷത്തൈകൾ നട്ട് പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. വായനാ ദിനത്തിൽ ലൈബ്രറി ശാക്തീകരണവും വിവിധ പ്രവർത്തനങ്ങളും നടത്തി. യോഗാ ദിനം സമുചിതമായി ആചരിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം കുന്നത്നാട് MLA അഡ്വക്കേറ്റ് PV ശ്രീനിജൻ നിർവഹിച്ചു. മധുരം മലയാളം എന്ന മാതൃഭൂമി പത്രം എല്ലാ ക്ലാസുകളിലേക്കും എത്തുന്ന പദ്ധതിക്ക് നമ്മുടെ ചെറിയാൻ സാർ സ്പോൺസറായി. അടുക്കള തോട്ട നിർമ്മാണം കുട്ടികളുടെയും മാതാപിതാക്കളുടെയും പങ്കാളിത്തത്തോടെ മൂലമായി സംഘടിപ്പിച്ചു. ഡ്രോയിങ് ക്ലാസിന്റെ ഉദ്ഘാടനം MLA നിർവഹിച്ചു. സമ്പൂർണ്ണ കരാട്ടെ പരിശീലനം സ്കൂൾ മാനേജർ MSS വാര്യരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ MLA അഡ്വക്കേറ്റ് PV ശ്രീനിജൻ നിർവഹിച്ചു. വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ ശ്രീമതി മേഖല PR വിശിഷ്ടാതിഥിയായി. ജീവിത വിജയവഴികൾ എന്ന സംവാദ സദസ്സ് മൂവാറ്റുപുഴ ഡെൻകെയർ ഡെൻലാബ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ജോൺ കുര്യാക്കോസ് നയിച്ചു. സ്മാർട്ട് AC ക്ലാസ് റൂമുകളുടെ സ്പോൺസർമാരായ ശ്രീ KKR വാര്യർ, പ്രസാദ് CP, ബിബി ബേബി, ബെസി ബേബി, ജിൻസി ജോൺ, ആൻസി ജോൺ, റിസി ജോൺ എന്നിവരോടുള്ള നിസീമമായ നന്ദി അറിയിക്കുന്നു. സ്കൂൾ ഓണാഘോഷം ഓഗസ്റ്റ് 27-ാം തീയതി വിപുലമായി ആഘോഷിച്ചു. കലാമേളയിൽ 67 പോയിന്റുമായി സബ് ജില്ലയിലെ മികച്ച വിദ്യാലയങ്ങളിലൊന്നായി നാം മുന്നേറിയിരിക്കുന്നു. അതോടൊപ്പം കായികമേളയിലും പ്രവൃത്തി പരിചയമേളയിലും ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചതിന്റെ വിജയോത്സവം നാം നടത്തി. കഴിഞ്ഞ വർഷത്തെ കേവല പോയിന്റുകളിൽ നിന്നാണ് നാം 67 പോയിന്റിലേക്ക് എത്തിയത് എന്നത് ചരിത്ര നേട്ടമാണ്. പ്രതിഭകളായ നമ്മുടെ വിദ്യാർത്ഥികളെയും പരിശീലനം നൽകിയ നമ്മുടെ അധ്യാപകരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ലോക ലഹരി വിമുക്ത ദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ലഹരി ബോധവൽക്കരണ ക്ലാസ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഷിഹാബ് ചേലക്കുളം നയിച്ചു. ജില്ലാ സംസ്കൃത കലോത്സവത്തിൽ കഥാരചനയിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി അശ്വതാനീഷിന്റെ നേട്ടം വിസ്മയാവഹമാണ്. ഫുട്ബോൾ മത്സരത്തിൽ ജില്ലാതല ടീമിലേക്ക് അഡോൺ പോൾ തെരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പാലിച്ചു നടത്തി. കുട്ടികൾക്കായി ഗ്രാമത്തിലുള്ള
KK പോളോ സാറിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. വിദ്യാലയം മികവിന്റെ കേന്ദ്രമാക്കുന്നതിനുള്ള ചുവടുവയ്പ്. ആംഗലേയ ഭാഷയ്ക്കായി പൂർണ്ണസമയ അധ്യാപിക അശ്വതി, ഭിന്നശേഷിക്കാർക്കായി SSKR നിയോഗിതയായ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ശ്രീലക്ഷ്മി, കായിക അധ്യാപനത്തിനായി അമൽരാജ്, വിവരസാങ്കേതിക വിദ്യയുടെ ആധുനിക വേർഷനായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീച്ചർ അഥവാ AI ടീച്ചർ, കഠിനമായ വേനലിനെ തോൽപ്പിക്കാൻ ശീതീകരിച്ച AC ക്ലാസ് മുറികൾ, കുട്ടികൾക്കും അധ്യാപകർക്കും ക്രിയേറ്റീവായി എഴുതാൻ സാധിക്കുന്ന വൈറ്റ് ബോർഡ്, പഠനത്തെ ശിശു കേന്ദ്രീകൃതമാക്കുന്ന സ്മാർട്ട് ഹൈടെക് പ്രൊജക്ടർ, പരീക്ഷണ നിരീക്ഷണങ്ങൾക്കായി ശാസ്ത്ര ലാബ്, പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെയും ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെ നേത്ര പരിശോധനയും സൗജന്യ കണ്ണട വിതരണവും, വ്യക്തിത്വ വികാസത്തിനായി പ്രസംഗ പരിശീലനം, ശാസ്ത്ര പരീക്ഷണങ്ങൾക്കായി അനിൽ സാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പരിശീലനം, സർവോപരി സേവന സന്നദ്ധതയുള്ള LPG സ്കൂളിലെ പ്രധാനാധ്യാപിക അനില ടീച്ചർ, അധ്യാപകമാരായ സെലിൻ ടീച്ചർ, അന്നു ടീച്ചർ, വലമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിലെ മുൻ പ്രധാനാധ്യാപകനായിരുന്ന പത്രോസ്, മലപ്പുറത്ത് അധ്യാപകനായിരുന്ന KN നാരായണൻ സാർ എന്നിവർ കുട്ടികൾക്കായി ചെയ്യുന്ന സേവനം വിലമതിക്കാനാവാത്തതാണ്. അതോടൊപ്പം മുൻ ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസറായിരുന്ന പ്രതിഭാധനയും സൈക്കോളജിസ്റ്റുമായ റഷീദ ടീച്ചറുടെ സേവനം നിസ്തുലമാണ്. സേവന സന്നദ്ധനായി ഇലക്ട്രിക് വർക്കുകൾ ചെയ്യുന്ന 5ാം ക്ലാസ്സിലെ ആദിദേവ് സുമേഷിന്റെ പിതാവ് സുമേഷിനെയും നന്ദി അറിയിക്കുന്നു. സ്കൂളിൽ സ്പെഷ്യൽ ഫുഡ് നൽകിയ തമ്പി പാതിരക്കാട്ട്, ചേരകത്തോട്ടത്തിൽ CV മർക്കോസ്, നാരായണൻ KN, പ്രദീപ് PC, PK കുട്ടികൃഷ്ണൻ നായർ, സപ്ന കൈലാസ്, രവി ആക്കാമ്പറമ്പിൽ, കെവിൻ, ലീല പ്രഭാകരൻ, കുര്യൻ ഫിലിപ്പ്, മോണി ജോൺ, TP പത്രോസ്, ഇടപ്പാറയിൽ വർഗീസ്, സ്കൂളിലെ അധ്യാപക വിദ്യാർത്ഥികൾ അശ്വതി ടീച്ചർ, ശ്രീലത ടീച്ചർ, രാഹുൽ P നായർ, അഖിൽജിത്ത്, മനീഷ, ശ്രേയസ് KR, ധ്രുവാമിനി, മുഹനീഷ്, പ്രമീല ടീച്ചർ, ആദിത്യനസ്, മുഹമ്മദ് ബിലാൽ എന്നിവരോട് നന്ദി അറിയിക്കുന്നു. ചൂടുമായി പിച്ചവെച്ചെടുത്തു വാങ്ങി ആകാശത്തുമ്പിയായി ചുറ്റുമൊന്ന് വട്ടമിട്ട് പാറിവാനി SRV UP സ്കൂൾ പെരുമകൾ. പൂർവ്വ വിദ്യാർത്ഥിനി പ്രതിഭാ പ്രതാപൻ ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS പ്രവേശനം നേടി. പൂർവ്വ വിദ്യാർത്ഥിയും നമ്മുടെ അധ്യാപക ദമ്പതികളായിരുന്ന ഗോപി സാറിന്റെയും വിലാസിനി ടീച്ചറുടെയും മകൻ അരുൺ ഗോപിനാഥും, SSG വെൽഫെയർ കമ്മിറ്റികളുടെ ചെയർമാനായ തമ്പി സാറിന്റെ മകൻ ബാസിൽ തമ്പിയും ഡോക്ടറേറ്റ് നേടി. പൂർവ്വ വിദ്യാർത്ഥിനിയും ന്യൂസിലൻഡിലെ നഴ്സുമായ ആശാ P ജോയ്, പൂർവ്വ വിദ്യാർത്ഥിയും ഐക്യരാഷ്ട്ര സംഘടനയുടെ രാസായുധ പരിശോധന ടീം ലീഡറുമായ ഷൈമോൻ തേൻകുന്ന്, വെൽഫെയർ കമ്മിറ്റി പൂർവ്വ വിദ്യാർത്ഥിയും ഹൈസ്കൂൾ അധ്യാപകനുമായ രാമചന്ദ്രൻ സാറിന്റെ മകൻ രാഹുൽ P നായർ, കുവൈറ്റിൽ ജോലിയുള്ള പൂർവ്വ വിദ്യാർത്ഥി ഷിജു രാജു എന്നിവർ നമ്മുടെ കുട്ടികളെ കാണുന്നതിനും സംവദിക്കുന്നതിനുമായി കൈനിറയ സമ്മാനങ്ങളുമായി എത്തി. കാനറ ബാങ്ക് ഏർപ്പെടുത്തിയ വിദ്യാജ്യോതി അവാർഡിന് അവന്തിക എമ്മും സേതു പാർവതിയും അർഹരായി. വിദ്യാലയത്തെ മികവിന്റെ കേന്ദ്രമാക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന ജനപ്രതിനിധികൾ, മാനേജർ, AEO, BPC, SSG, PTA, വെൽഫെയർ കമ്മിറ്റി, MPTA, OSA, MRSVHS, സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, കുടുംബാംഗങ്ങൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, അഭ്യുദയകാംക്ഷികൾ, സേവനസന്നദ്ധരായ റിട്ടയർഡ് അധ്യാപകർ എന്നിവരോടും സുമനസ്സുകളായ നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ചുരുക്കുന്നു. നമ്മുടെ ഈ മികച്ച വിദ്യാലയത്തിൽ